അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പാനിപൂരി എന്ന് തന്നെ തുടങ്ങാം. ഇതെന്തോ മീനാണെന്ന് എനിക്ക് ഇത് പറയത്തില്ല. കൊള്ളാം കേട്ടോ. ഇത് കഴിഞ്ഞ് മെയിൻ കോഴ്സിലോട്ട് കിടന്നിട്ടുണ്ട്. സെറ്റ്. കമാൺ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ട്രിവാൻഡ്രം ലുലു മോളിലെ ബാർബിക്യൂ നേഷനിലാണേ. ഇവിടെ ഒരു അൺലിമിറ്റഡ് ബൊഫയുടെ കാര്യമൊന്നും ഞാൻ നിങ്ങളുടെ അടുത്ത് എടുത്ത് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഞാനും ഒരുപാട് നാള് മുന്നേ ഒക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ്. അന്ന് മുതലേ മനസ്സിലുണ്ടായിരുന്നതാണ് എന്നേലും ഇവിടെ പോയി ഒന്ന് ട്രൈ ചെയ്യണം എന്ന്. എന്നിരുന്നാലും ഇത്രയും രൂപയ്ക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അത് വർത്തിയായിരിക്കോ അല്ലേ എന്നൊക്കെ മനസ്സിനകത്ത് കുറെ ചിന്തകളുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫുള്ള് കാണാൻ മറക്കല്ല്. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും നേരെ ലുലു മോളിലോട്ട് പോയി. വരുന്ന വഴി ഫുള്ള് മഴയായിരുന്നു. ഉള്ള മഴയെല്ലാം നനഞ്ഞു കുളിച്ചാണ് നമ്മൾ മോളിനകത്തേക്ക് കയറിയത്. അങ്ങനെ നേരെ വാഷ്റൂമിൽ പോയി ഒന്ന് റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി അടുത്ത ടാസ്ക് ഇവിടെ എവിടാണ് ബാർബിക്യൂ നാഷൻ ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ നോക്കി നടക്കുമ്പോഴാണ് ഞങ്ങൾ നടക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു ഈ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നത്. അങ്ങനെ കൂടെ വന്ന രണ്ടുപേര് ഓൾറെഡി ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും അവിടെ എത്തി. ചെന്ന ടേബിളിൽ അങ്ങോട്ട് ഇരുന്നതും അവര് ഗ്രില്ലൊക്കെ ടേബിളിന്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് ഓരോരോ സാധനങ്ങളായിട്ട് അതിലെടുത്ത് വെക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഓൾറെഡി പാനിപൂരിയൊക്കെ കൊണ്ട് ടേബിളിൽ വെച്ചിട്ടുകൊണ്ട് ഈ വെക്കുന്ന സാധനങ്ങളിൽ എനിക്കാകെ മനസ്സിലായത് പ്രോൺസും പിന്നെ കോണുണ്ടല്ലോ ചോളം, പിന്നെ പനീറും. ബാക്കിയൊക്കെ എന്താന്ന് പോലും കണ്ടിട്ട് മനസ്സിലായില്ല. പിന്നെ വേറെ കുറെ ഐറ്റംസ് ഒക്കെ അവര് പ്ലേറ്റിൽ കൊണ്ടുവന്ന് സെർവ് ചെയ്ത് തരുമായിരുന്നേ. ആദ്യമേ തന്നെ പാനിപൂരിന്ന് തുടങ്ങാം. അതെടുത്ത് അങ്ങോട്ട് വായിൽ വെച്ച് തിന്നു തുടങ്ങിയതും എന്റെ തൊണ്ടയിലൊന്ന് ചെറുതായിട്ട് കുടുങ്ങി. അത് ഇറക്കാൻ പെട്ട പാട്. ഞാൻ വിചാരിച്ചു തൊണ്ടയിലൊക്കെ കുടുങ്ങി തീർന്നെന്ന്. പിന്നെ വീഡിയോസ് എടുത്തോണ്ടിരുന്നോണ്ട് നൈസായിട്ട് അങ്ങ് അഭിനയിച്ചു. ഇതിനിടയ്ക്ക് പ്ലേറ്റിലൊക്കെ എന്തൊക്കെയോ കൊണ്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ എന്താന്ന് പോലും അറിയാതെ ഞാൻ ഓരോന്നൊക്കെ ആയിട്ട് എടുത്ത് കഴിച്ചു തുടങ്ങി. അങ്ങനെ പ്ലേറ്റിലൊക്കെ ഓരോന്നൊക്കെ കൊണ്ടുവച്ച് അങ്ങ് നിറഞ്ഞു. അവരൊക്കെ ഏകദേശം കഴിച്ചും കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഗ്രിൽസ് ഒന്നും തൊട്ടുപോലും നോക്കിയില്ല. വീഡിയോസ് എടുക്കുന്നതിന്റെ ആ ഒരു തിരക്കിലും ആയിപ്പോയി. ഇതിലിപ്പോ ചിക്കൻ ഉണ്ട്, മട്ടൺ ഉണ്ട്, പിന്നെ ഫിഷ് ഗ്രിൽസ് ഒക്കെ ഉണ്ട്. പക്ഷെ ബീഫിന്റെ ഐറ്റംസ് ഒന്നുമില്ല. അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് എടുത്ത് കഴിക്കാൻ തുടങ്ങാം. പ്ലേറ്റിലിരുന്ന തന്തൂരി ചിക്കൻ തന്നെ എടുത്തു. ഇത് നൈസ് ടേസ്റ്റ് ആയിരുന്നേ. ഇതിനിടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന രണ്ടുപേര് എന്തൊക്കെയോ കമന്റ്സ് ഒക്കെ ഇരുന്ന് പറയുന്നുണ്ട്. ഞാൻ മൂന്ന് കമ്പായി, നിങ്ങൾ എന്തോ ചെയ്യുന്നു? ഇത് ഇനിയും കൊണ്ടുവരുവാടാ, തീരുന്നില്ലല്ലോ. അതല്ലേ ഞാൻ ഇത്ര ഭയമില്ലായിരിക്കുന്നത്. എന്തൊക്കെയോ വാരിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. കുറെയൊക്കെ കഴിച്ച് ഇപ്പൊ തന്നെ എന്റെ വയറ് നിറഞ്ഞു. അവരെന്തൊരു സമാധാനം തരില്ല, ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുക. ഇതിപ്പോ എന്താണെന്നറിയില്ല, എന്തോ ഒരു സാധനം. അതെല്ലാം പണി അൽഫാമൊക്കെ തരില്ലേ, ആ ഒരു ടേസ്റ്റ്. ടേബിളിൽ ഇരിക്കുന്ന ഗ്രിൽസ് അല്ലാണ്ട് വേറെയും ഒരുപാട് ഐറ്റംസ് അവരിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. മിക്ക ഡിഷസും കൊണ്ടുവരുമ്പോൾ അവര് ചിക്കൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ഇന്ന് അവർ പ്രിപ്പയർ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ ടേബിളിൽ കൊണ്ടുവന്നത്. പക്ഷേ ഗ്രിൽസിൽ നമ്മുടെ എല്ലാവരുടെയും നോട്ടം പ്രോൺസിലേക്കായിരുന്നു. മുന്നേ വന്നിട്ടുള്ള രണ്ടുപേരും ഓൾറെഡി കൂട്ടത്തിലുണ്ട്. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ ഗ്രിൽ ഐറ്റംസ് ഒരു രക്ഷയില്ലാത്തതാണ് എന്ന്. അതുമല്ല, ഇത്രയും പൈസയ്ക്ക് പോയി ഫുഡ് കഴിക്കുമ്പോൾ 2 പ്ലേറ്റ് കൊഞ്ച് കഴിച്ചെങ്കിലും ഇതെല്ലാം മുതലാക്കണം എന്നായിരുന്നു മനസ്സിൽ. ഞങ്ങൾ 4 പേരും ബുക്ക് ചെയ്താണ് പോയത് ഓൾറെഡി. അപ്പൊ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് 940 ആണ് ആയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഷോപ്പിൽ പോയി ഡയറക്റ്റ് പേ ചെയ്യാനാണെങ്കിൽ 1100 റേറ്റ് വരുന്നത്. അങ്ങനെ വിജയകരമായ ഒന്നാമത്തെ റൗണ്ട് പൂർത്തിയാക്കിയപ്പോഴേക്കും അവരടുത്ത് വീണ്ടും പറഞ്ഞു ഗ്രിൽസ് കൊണ്ടുവരാൻ. അങ്ങനെ വീണ്ടും കുറെ ഐറ്റംസ് കൊണ്ടുവച്ചു. ചിക്കൻ കഴിച്ച് മടുത്തോണ്ട് തന്നെ ഞാൻ അധികം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഫുള്ള് പ്രോൺസിലും പിന്നെ ഫിഷ് ഗ്രിൽസിലുമാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തത്. ടേബിളിൽ സെറ്റ് ചെയ്തേക്കുന്ന ഗ്രിൽസിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പുക വരുന്നത് കണ്ടപ്പോ ഇതെല്ലാം കരിഞ്ഞു പോകുന്നൊക്കെ ആയിരുന്നു എന്റെ ഒരു ടെൻഷൻ. അപ്പോഴേക്ക് അടുത്ത ഐറ്റം കൊണ്ടുവന്നു. ഇതിപ്പോ ചിക്കൻ ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ട് ചിക്കൻ കീമാ പാവാണേ. നല്ല ചൂടുണ്ടായിരുന്നേ ഈ കീമ പാവിന്. ഇത് നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ലോക്കൽ ടേസ്റ്റ് ഒന്നും അല്ല, എന്തോ ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും കൊള്ളാം. പിന്നെ ഈ കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം കഴിച്ച് തന്നെ എന്റെ വയറ് നിറഞ്ഞോന്നൊരു സംശയം. നോക്കുമ്പോ അവരെല്ലാരും വീണ്ടും വീണ്ടും എടുത്തോണ്ടേ ഇരിക്കുന്നു. ഞാനാണ് ഇങ്ങനെ ഇവരൊക്കെ കഴിക്കുന്നേ നോക്കി വീഡിയോസും എടുത്തോണ്ടിരിക്കുന്നേ. അങ്ങനെ 2 എണ്ണം എന്റെ പ്ലേറ്റിലൂടെ എടുത്ത് വെക്കാൻ പറഞ്ഞു.
ആദ്യം വന്ന ഗ്രിൽസ് ഒക്കെ അടിപൊളിയായിരുന്നേ. അപ്പൊ അതിനിടയ്ക്ക് വന്ന അവര് സജഷൻസ് ഒക്കെ ചോദിക്കും, സ്പൈസി ആക്കണോ, എന്താണ് നമ്മുടെ അഭിപ്രായം എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് കുറച്ചൊന്ന് ഓവർ കുക്ക്ഡ് ആയിരുന്നു, അതൊന്ന് ശരിയാക്കണേന്ന്. ഓൾറെഡി അവർ കുറച്ച് കുക്ക് ചെയ്തിട്ടാണല്ലോ കൊണ്ടുവരുന്നത്, അതിനുശേഷമാണല്ലോ ടേബിളിലുള്ള ഗ്രിൽസ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വന്നതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ കരിഞ്ഞു പോയതായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്. ദേ ഈ പരുവത്തിനാണ് ചില പ്രോൺസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയത്, ഒരുപാട് അങ്ങ് കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഓൾമോസ്റ്റ് മടുത്തു തുടങ്ങി. പ്രണവൊക്കെ ഇവിടെ ഇരുന്ന് മാക്കന വെട്ടി വിഴങ്ങുന്നു. ഇഷ്ടപ്പെട്ട മോനെ? മുതലാക്കണം. നമ്മൾ പൈസ കൊടുത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മുതലാക്കണം. പിന്നീട് വന്ന ഗ്രിൽസ് എല്ലാം നമ്മുടെ സജഷൻസ് പ്രകാരം അവർ കറക്റ്റ് ആയിട്ട് കുക്ക് ചെയ്താണ് കൊണ്ടുവന്നത്, അതുകൊണ്ട് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോ സ്റ്റാർട്ടേഴ്സിലാണ് ആയിട്ടുള്ളത്, അപ്പോഴേക്കും എന്റെ വയർ ഓൾമോസ്റ്റ് ഫുള്ളായി. ഇനിയിപ്പോ മെയിൻ കോഴ്സിലോട്ട് പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പ്ലേറ്റിലുള്ളതൊക്കെ കഴിച്ച് ഒന്ന് മനസമാധാനപ്പെട്ട് വരുമ്പോഴേക്ക് ഈ പുള്ളിക്കാരൻ വന്നിട്ട് എന്താ വേണ്ടേന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തേലും വേണം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കൊണ്ടുവന്നുകൊണ്ടും ഇരിക്കും. എന്റെ വയർ ഓൾമോസ്റ്റ് ഫുള്ളായതുകൊണ്ട് ഞാനൊന്നും പറയാൻ പോയില്ല. അവരൊക്കെ എന്തൊക്കെയോ വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ പിള്ളേരൊക്കെ മൊത്തം ഈ തന്തൂരി ചിക്കൻ ഇതിലൊക്കെയാണ് നോക്കുക, പക്ഷെ ഞാൻ കൂടുതലും ട്രൈ ചെയ്തത് ഫിഷ് ആയിരുന്നു. ഇതെന്തോ മീനാണെന്ന് എനിക്ക് ഇത് അറിയില്ല. കൊള്ളാം കേട്ടോ. എന്റെ അമ്മോ, തിന്ന് 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 മടുത്ത്. ഞാൻ ചോദിച്ചു ഇതിനൊരു അന്ത്യമില്ലേടെ, ഇത് എപ്പോഴാ കഴിയുന്നേന്ന്. അപ്പോ കൂട്ടത്തിൽ വന്നിട്ടുള്ളവര് പറഞ്ഞു, ദേ ഈ കൊടി കണ്ടില്ലേ, ഹാഡ് മൈ ഫുൾ. ഇത് എപ്പോഴാണോ നേരെ നിവർത്തി പിടിക്കുന്നത് അപ്പോഴാണ് ഇവർ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്റെ ഒരു അഭിപ്രായത്തില് ആ കൊടി എടുത്ത് ഇപ്പോഴേ നേരെ വെക്കേണ്ട സമയം കഴിഞ്ഞു. ഇനി നമ്മൾ അങ്ങനെ വെച്ചാൽ പോലും ഈ സ്റ്റാർട്ടേഴ്സേ ഇവിടെ നിൽക്കുന്നുള്ളൂ, പിന്നീട് നമ്മൾ നേരെ മെയിൻ കോഴ്സിലോട്ട് പോവുകയാണ്. തളരരുത് രാമൻകുട്ടി എന്നും പറഞ്ഞ് കുറച്ചൊക്കെ സംസാരിച്ചും പറഞ്ഞു ഇരുന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ഒറ്റയടിക്ക് കഴിക്കാനിരുന്ന ഒന്നും നടക്കത്തില്ല, പയ്യെ തിന്നാ പാനയും തിന്നാലോ. അയ്യോ, ഇത്ര കഴിച്ചപ്പോഴേ ഞാൻ തളർന്നു. ഫുഡൊക്കെ കുറച്ച് കഴിക്കുന്നവർക്ക് ഭയങ്കര പാടാണ്, അല്ലാത്തവർക്ക് ഓക്കെയാണ്. വയറ് നിറയെ കഴിച്ചു, ഒരുവിധം കഴിച്ച് എൻ്റെ വയറ് നിറഞ്ഞു. പക്ഷെ ശരിക്കും മാത്രം എപ്പോഴും ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയതെന്ന് പറയുന്നത്. ഓ പിന്നെ നമ്മൾ വരുന്നതിന് മുന്നേ നീ വന്നില്ലേ? ഇത് എത്രാമത്തെ ട്രിപ്പാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനും പ്രണവും മടുത്തു. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് ഇരിപ്പായി. ഞാൻ സത്യം പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫുഡിയാണ്, നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളാ. പക്ഷേ എന്നെ കൊണ്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. രണ്ടെണ്ണം മാത്രം മാറിയും തിരിഞ്ഞില്ല. ഞാനും പ്രണവും ഇവിടെ പോസ്റ്റ് ആയല്ലേ മോനെ. നമ്മൾ ഈ കൊടി പൊക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ കൊടി വെച്ചു, ഹാഡ് മൈ ഫുൾ. അങ്ങനെ നീണ്ട നേരത്തെ പോരാട്ടത്തിന് ശേഷം ആ കൊടി അങ്ങ് നേരെ വെച്ച സന്തോഷത്തിലായിരുന്നേ ഞാൻ. ഇതിപ്പോ ഈ ഒരു സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞെന്നേ ഉള്ളൂ, ഇനി വേണം മെയിൻ കോഴ്സിലേക്ക് പോവാൻ. അതിനു മുന്നേ ആയിട്ട് അവരൊരു ഡ്രിങ്ക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതിന് സ്പെഷ്യൽ ചാർജ് കൊടുക്കണം. അതായത് ഞങ്ങൾ ബുക്ക് ചെയ്ത് പോകുന്നതല്ലാണ്ട് വേറെ സ്പെഷ്യൽ ചാർജ് ആണ് കൊടുക്കേണ്ടിയിരുന്നത്. എന്തോ 200 സംതിങ് ആയിരുന്നു അതിന്റെ റേറ്റ് വരുന്നത്. എന്തായാലും വാങ്ങിയത് നന്നായി, കാര്യം ഇത്രയും ഫുഡ് ഒരുമിച്ച് കഴിച്ചുകൊണ്ട് അതോടെ കുടിച്ചപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ ടേബിളിൽ നിന്ന് എണീറ്റ് അവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് പതിയെ മെയിൻ കോഴ്സിലേക്ക് പോവാന്ന് കരുതി. എടിപിടി എന്ന് പറഞ്ഞു പോയാൽ ഒന്നും നടക്കില്ല. ഈ ഒരു അൺലിമിറ്റഡ് ബൊഫേ എന്നൊക്കെ പറഞ്ഞാൽ തിന്നു തിന്നു തിന്നുകൊണ്ടേ ഇരിക്കൂ, ആ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ വയറ് പാടാക്കി എടുത്തോണ്ട് ചെന്നിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവർക്ക് ഭയങ്കര പാടാണ്. എന്റെ ഒരു കാര്യം നോക്കുവാണെങ്കിലും ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നെ പൈസ ഇത്രയും കൊടുത്തതുകൊണ്ട് മാക്സിമം കഴിച്ച് അത് യൂട്ടിലൈസ് ചെയ്യണം എന്ന് മാത്രമേ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഗ്രിൽസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ കോഴ്സിലേക്ക് വന്നാൽ അവിടെ ബിരിയാണി, റൊട്ടി, നൂഡിൽസ് ഈ വക ഐറ്റംസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു പ്ലേറ്റേ എടുത്തില്ല, കാര്യം എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ലെന്ന് അറിയാം. ഇനി കൂടുതൽ കഴിച്ചാൽ എന്തേലും സംഭവിക്കും എന്നുള്ളത് കൊണ്ടും ഞാൻ അവരുടെ നിന്ന് കുറച്ച് കൈട്ടുവാരി കഴിച്ചതേ ഉള്ളൂ. മുന്നേ വന്നിട്ടുള്ളവരുടെ അഭിപ്രായം പ്രമാണിച്ച് മെയിൻ കോഴ്സ് അത്രയ്ക്ക് പോരാ എന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ പോയപ്പോൾ അങ്ങനെ അല്ലായിരുന്നേ. മെയിൻ കോഴ്സ് അത്യാവശ്യം നല്ല അടിപൊളി തന്നെ ആയിരുന്നു എന്ന് വേണേ പറയാം. പിന്നെ ഗ്രിൽസ് നമ്മൾ എല്ലാവരും ഒത്തിരി കഴിച്ചുകൊണ്ട് മെയിൻ കോഴ്സ് അത്യാവശ്യം അങ്ങോട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. പിന്നെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തു. ബിരിയാണി കഴിഞ്ഞിട്ട് നമ്മൾ ബട്ടർ നാൻ ഒക്കെ വാങ്ങി, അതിന്റെ കൂടെ മട്ടനും മീൻകറിയും ബട്ടർ ചിക്കനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ടായിരുന്നെന്ന് വേണേ പറയാം. പക്ഷെ അതിൽ ഞങ്ങൾക്ക് അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞത് മട്ടനാണ്. പിന്നെ കുറച്ച് ദഹിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സും പപ്പായൊക്കെ വാരി വലിച്ചങ്ങ് കഴിച്ചു. എന്തായാലും ഇത്രയും ഫുഡ് കഴിച്ചതല്ലേ, ഇതൊക്കെ കഴിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്. അങ്ങനെ ഉള്ളതെല്ലാം വാരി പറക്കി വീണ്ടും നമ്മൾ തിരിച്ച് ആ ടേബിളിലേക്ക് പോയിരുന്നു. എനിക്ക് മാത്രം പ്ലേറ്റ് ഇല്ല.
വേറൊന്നുമില്ല, എനിക്ക് കഴിക്കാൻ അത്രയ്ക്കുള്ള വയറ് പോലുമില്ല. ഞാൻ പിന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്യണമെന്നുള്ള സാധനങ്ങൾ പ്രണവിൻ്റെ പ്ലേറ്റിൽ എടുത്തിട്ടാണ് കഴിക്കുന്നത്. ഇതിപ്പോൾ അവിടെ നിന്ന് ഏതോ ഒരു മീൻ കറി, ഇത് ഏത് മീനാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് കൊള്ളായിരുന്നു. നല്ല പഞ്ഞിക്കട്ട പോലും. ഇതിപ്പോൾ ഞാൻ മട്ടൻ കറി, ഇതെന്താ ബട്ടർ ചിക്കനാണോ? ബട്ടർ ചിക്കൻ ഉണ്ട്, ഇതേ മീൻ കറി. എല്ലാം തിന്ന് 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 വയ്യ എൻ്റെ അമ്മ. അങ്ങനെ കൊണ്ടുവന്നതിൽ ആ ബട്ടർ നാനും മീൻകറിയും കൂട്ടി കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ബട്ടർ ചിക്കനും കൊള്ളായിരുന്നു. പക്ഷേ ട്രൈ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് അവരുടെ മട്ടനാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആ ഐറ്റം തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇനിയും ഒരുപാടൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും ടേസ്റ്റ് ചെയ്യാനുള്ള വയറ് പോലും ഞങ്ങൾക്കില്ലായിരുന്നു. കാര്യം ഇനി നമുക്ക് ഡെസേർട്ട് സെഷനിലോട്ട് പോകണം. അവിടെയും ഉണ്ടല്ലോ ഒരുപാട് വെറൈറ്റീസ്. അതൊക്കെ ട്രൈ ചെയ്തെങ്കിലും നോക്കണ്ടേ. ആദ്യമേ തന്നെ ബ്രൗണിയും ഗുലാബ് ജാമും ഒക്കെ എടുത്തു. അപ്പൊ നോക്കുമ്പോഴാണ് നല്ല സേമിയ പായസം. പിന്നെ അതിൽ നിന്ന് ഞാൻ എടുത്തില്ലെങ്കിലും ഷെഹിൻ കുറച്ച് എടുക്കുന്നുണ്ടായിരുന്നു. ഇത് മൂങ് ദാൽ ഹൽവയാണേ, അതും കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐസ്ക്രീംസില് കുൽഫിയിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇവിടെ മലായി കുൽഫി അതൊരു കിഡിലൻ ഐറ്റം ആണെന്ന് ഷെഹിൻ വന്നപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് തന്നെയാണേ വാങ്ങിയത്. കുഞ്ഞു ഗുലാബ് ജാം, കുരുട്ടാപ്പി. നമ്മൾ കുറച്ച് ഐസ്ക്രീം കൂടെ എടുത്തിട്ട് വെച്ചിട്ട് മിക്സ് ചെയ്ത് കട്ടാം. അങ്ങനെ ഐസ്ക്രീം, കുൽഫി, ഗുലാബ് ജാം, ബ്രൗണി എല്ലാം കൂടി എടുത്ത് വീണ്ടും ടേബിളിലേക്ക്. അവരുടെ മലായ് കുൽഫി ഒരു രക്ഷയില്ലായിരുന്നേ, കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇനി എത്ര വയറില്ലെന്ന് പറഞ്ഞാലും ഈ വക ഐറ്റംസ് ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സ്ട്രോബെറി ഫ്ലേവറിൽ വരുന്ന ഈ ഒരു കുൽഫി അതിനൊരു വല്ലാത്ത മധുരമായിരുന്നേ, അതുകൊണ്ട് അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്റെ കയ്യിരുന്ന കുൽഫി അലിഞ്ഞുപോയി. അത് വെച്ച് ഞാൻ പുതിയൊരു ഡിഷ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും നൈസായിരുന്നേ. പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ സാധനങ്ങൾ വരുന്നുണ്ടായിരുന്നു. എല്ലാം കഴിച്ച് നാവിലെ ടേസ്റ്റ് വരെ പോയി. എല്ലാം കഴിച്ച് ഇതിനൊക്കെ മധുരം ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ കുറച്ച് തേങ്ങയുടെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവം. ഇതിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും കൊള്ളായിരുന്നു. പിന്നെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ വർക്കിംഗ് ആണോ എന്ന് അറിയാൻ കുറച്ച് മധുരമുള്ള കേസരി തന്നു. അപ്പോഴും വീണ്ടും അടിച്ചു പോയെന്നാണ് ഗൈസ് തോന്നുന്നത്. എനിക്ക് മധുരമില്ല. ഇതിനിടയ്ക്ക് അവിടെ കണ്ടു മറന്ന ഏതൊക്കെയോ ഡിഷ് എടുക്കാൻ മറന്നെന്ന് പറഞ്ഞ് ആദർശ് പോയി അതൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ട്രൈ ചെയ്തപ്പോ ആദർശിന്റെ മുഖം പോകുന്ന കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ പന്തികേടുണ്ട് എന്ന്. അത് ശരിക്കും ഈ അമ്പലത്തിലേക്ക് നമ്മൾ വെക്കുന്ന പൊങ്കാലയില്ലേ, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിതേ ഇവനെ അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ഈ കുൽഫി, അതുകൊണ്ട് രണ്ടാമതും വാങ്ങി. ഇപ്പൊ നമ്മൾ എല്ലാവരും ഒരുപോലെ മടുത്തു. കൂട്ടത്തില് ഈ ഒരു പൈസക്ക് ഈ ഫുഡ് മുതലാക്കാണ്ട് പോകുന്ന ഒരാള് ഞാൻ മാത്രമാണേ. കഴിച്ച് ഓരോന്നൊക്കെ കിടപ്പിലുമായി തുടങ്ങി. എല്ലാം അടിപൊളിയാണോന്ന് ചോദിച്ചാൽ അല്ല, ചിലതൊക്കെ കൊള്ളാം, എന്നാൽ ചിലതൊക്കെ തീരെ കൊള്ളത്തുമില്ലായിരുന്നു. ലാസ്റ്റ് കുറച്ച് സാലഡൊക്കെ കഴിച്ച് ഇതങ്ങ് അവസാനിപ്പിക്കാന്ന് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോഴും ഞാൻ എടുത്തു പറയുവാണ്, ഒരുപാട് ഫുഡൊക്കെ കഴിക്കുന്നവർക്ക് ഓക്കെ ആണ്. ഇത്രയും പൈസക്കൊക്കെ കഴിച്ചതിന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ നമ്മൾ കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബില്ല്. എല്ലാം കൂടെ കഴിച്ചിറങ്ങിയപ്പോൾ നമുക്ക് 3750 രൂപയായി ഗൈസ്. എന്നെ സംബന്ധിച്ചിടത്തോളം വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്നെപ്പോലുള്ള ഒരാൾക്ക് അല്ലാതെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഇവന്മാർക്കൊക്കെ ഓക്കെയാണ്. അപ്പോൾ ലാസ്റ്റ് ഈ ജീരക മുട്ടായും കൂടെ കഴിച്ച് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം ജൂലി, ബൈ ബൈ.